സോ നമുക്ക് നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ വർക്ക് thrice as much as B. If A can complete this work in 12 days, then in how much days will both A and B complete this work? സോ എ ബിയും കാട്ടി 3 ഇരട്ടി വർക്ക് ചെയ്ത് തരും. സോ എ ബൈ ബി എന്ന് പറയുമ്പോൾ 3/1 ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞതാണ്. സോ എയും ബിയും എടുക്കുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസിയാണ് 3ഉം 1ഉം. കാരണം എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, എയും കാട്ടി ബി എ എന്ന് പറയുന്നത് 3 ഇരട്ടി ബിയും കാട്ടി പണിയെടുക്കുന്നത്. അപ്പം അതിൻ്റെ എഫിഷ്യൻസിയാണ് 3:1. അപ്പം നമ്മൾ ടൈം അപ്പം എങ്ങനെ, ടൈം എന്ന് പറയുമ്പോൾ ഡേയ്സ് ടൈം എത്രയാണ്, അതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/3, 1ഉം 3ഉം. സോ ഇതിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണെന്നാണ്, എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days, 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു തരുന്നു, 1 യൂണിറ്റ്. അതുകൊണ്ട് 1 യൂണിറ്റ് ചെയ്യാൻ വേണ്ടി 12 ഡേയ്സ് എടുത്ത് എക്ക്. അപ്പം ഇൻറ്റു 12, അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്രയാണ്, 3 യൂണിറ്റ്സ് ഇൻറ്റു 12 എത്രയാണ്, ബി 36 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കുന്നതാണ്. അപ്പം നമുക്കിപ്പം ബിയും കിട്ടിയിട്ടുണ്ട് 36 ഡേയ്സ് എന്ന്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇൻ ഹൗ മച്ച് ഡേയ്സ് വിൽ ബോത്ത് എ ആൻഡ് ബി കംപ്ലീറ്റ് ദി വർക്ക്. അപ്പം നമ്മൾ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന്. സോ 12 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 36. അപ്പോൾ എത്രയാണ്, 12 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 48. അങ്ങനെയാണെങ്കിൽ 4 കട്ടാവും. 9 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ നമുക്ക് കൺവെൻഷൻ മെത്തേഡിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പോലെ എഫിഷ്യൻസി വന്നിട്ട് 3ഉം 1ഉം. എ വർക്ക്സ് thrice as much as ബി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3ഉം 1ഉം ആണ്, യൂണിറ്റ്സ് ആയിരിക്കും. സോ ഡേയ്സ് എ ക്യാൻ കംപ്ലീറ്റ് ദിസ് വർക്ക് ഇൻ 12 days. അപ്പോൾ നമ്മളെ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്, ടൈം ഇൻറ്റു എഫിഷ്യൻസി അല്ലേ. അപ്പം 12 ഇൻറ്റു 3 എത്ര, 36 യൂണിറ്റ്സ് ആയിരിക്കും ചെയ്ത് തീർക്കുന്നത് വർക്ക്. സോ നമുക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും, 36 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്, 36 ദിവസം കൊണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്, എഫിഷ്യൻസി 3 + 1 എത്ര, 4. സോ നമ്മൾ ഡേയ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, 36 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്, 9 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. സോ ഇത് രണ്ടും ഈസിയാണ്, ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. കൺവെൻഷൻ മെത്തേഡ് ചെയ്യുന്നത് ചിലർക്ക് ഈസി ആയിരിക്കും, അതുകൊണ്ട് അവർ കൺവെൻഷൻ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. സോ നമുക്ക് നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ഈസ് twice more efficient than B. In how much days will A finish this work? If together they can complete this work in 20 days. സോ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ നേരെ എഴുതാൻ പോകുന്നത് എങ്ങനെയായിരിക്കും, എ ഈസ് twice more efficient than B. A is equal to 2B. അപ്പം A by B is equal to 2/1. എഫിഷ്യൻസി അപ്പോൾ എത്ര, 2ഉം 1ഉം. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റ്, -1 കിട്ടും, -0.25 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ ഈസ് twice മോർ എന്നതുണ്ട്, നേരത്തെ ക്വസ്റ്റ്യനിൽ മോർ ഇല്ല. അപ്പം twice മോർ എന്ന് പറയുകയാണെങ്കിൽ അത് twice + 1 എത്രയാണ്, thrice മോർ എഫിഷ്യൻറ്റ് ബി ആണ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം രാം എന്ന് പറയുന്ന ആള് 100 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ രാജു എന്ന് പറയുന്ന ആള് അതിൻ്റെ twice മോർ പണിയെടുത്തെന്ന് 100 ദിവസം എന്ന് പറയുമ്പം രാമിൻ്റെ 100 ദിവസവും എടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ twice എന്ന് പറയുമ്പം 2 × 100, അങ്ങനെ ടോട്ടൽ 300 ദിവസം കൊണ്ടായിരിക്കും രാം വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പം twice more എന്നോ thrice more എന്നോ ചോദിക്കുകയാണെങ്കിൽ അതിനെ കാട്ടി ഒരു ടേം വലുതായിരിക്കും. അപ്പോൾ എന്തോന്നാണ്
എ എന്ന് പറയുന്നത് ത്രൈസ് ബി. എ എന്ന് പറയുന്നത് മൂന്നിരട്ടി പണി ചെയ്യും ബീനെയും കാട്ടി. അപ്പം എയും ബിയും എടുക്കുകയാണെങ്കിൽ നമ്മളെ എഫിഷ്യൻസി എത്രയാണ്? 3യും 1ഉം. അപ്പം നമ്മളെ ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. സോ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1/1ഉം 3യും 1. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഡേയ്സ് വിൽ എ ഫിനിഷ് ദി വർക്ക്? എ ചെയ്ത് തീർക്കാനുള്ള വർക്ക് എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇഫ് ദേ ടുഗദർ ഫിനിഷ് ദിസ് വർക്ക് ഇൻ 20 days. എ പ്ലസ് ബി എന്ന് പറയുന്നത് ടൈം എത്ര ദിവസം? 20 ദിവസം കൊണ്ട് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളെ ഇക്വേഷൻ എന്താണ്? എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. അതാണ് ടൈം ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിന് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നേരത്തെ വീഡിയോസ് പോയി കാണേണ്ടതാണ്. സോ നമ്മുടെ ഈ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടൈമിനെ 1x എന്നും 3x എന്നും പറഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മളെങ്ങനെയാണ്? 1x ഇൻറ്റു 3x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3x ഈക്വൽ ടു ടൈം എത്രയാണ് എടുത്തത്? 20 ആണ്. സോ എത്രയാണ്? 3x² ഡിവൈഡഡ് ബൈ 4x ഇൻറ്റു 20. നമ്മൾ എക്സും കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 80. അപ്പം x ഇസ് ഈക്വൽ ടു 80/3 ഡേയ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. സോ നമ്മളെ ടൈം ഓഫ് എ എത്രയാണ്? 80/3 ഡേയ്സ് ആണ്. മനസ്സിലായോ? സോ നമുക്ക് നമ്മളെ 21ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ദി റേറ്റ് ഓഫ് ദി വർക്ക് എ ഈസ് ത്രൈസ് ദാറ്റ് ഓഫ് ബി. A alone can do a piece of work in 16 days. So B started the work and A joined them. After a few days, the work was completed in 30 days. For how much days will A works? എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ എന്താണ്? A is equal to 3B എന്നാണ് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത്. The rate of work done by A is thrice that of B. Thrice more than ആണെങ്കിൽ നമ്മളിവിടെ 4 എടുക്കും. 3/1. A/B എയും ബിയും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയണത് പോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. സോ 3 units per ഡേയും 1 unit per ഡേ ആയിരിക്കും. സോ നമ്മളെ ടൈം എത്രയായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. അപ്പോൾ എത്രയാണ്? 1ഉം 3യും. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 16 days. എക്ക് ഒരു വർക്ക് ചെയ്യാൻ 16 ദിവസം മതി. അപ്പം 1 unit 16. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ബി എത്രയാണ്? ഇൻറ്റു 16 അല്ലേ? അപ്പോൾ എത്രയാണ്? 48 ആണ് നമുക്ക് കിട്ടും. 48 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? വർക്ക് ഡൺ വന്നിട്ട് എത്രയാണ്? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 16 ഇൻറ്റു 3 എത്രയാണ്? 48 യൂണിറ്റ്സ് ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ. അല്ലാതെ നമ്മളിപ്പം 48 ഇവിടെ കിട്ടിയിരിക്കുന്നതാണ്. അപ്പം 48 ഇൻറ്റു 1 എത്രയാണ്? 48 യൂണിറ്റ്സ് ആണ്. ഏതെങ്കിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് പറഞ്ഞിരിക്കണം? ബി സ്റ്റാർട്ടഡ് ദി വർക്ക് ആരാണ് തുടങ്ങിയത്? ബി ആണ് തുടങ്ങിയത്. എന്നാൽ പിന്നീട് എ ജോയിൻറ്റ് ചെയ്തതാണ്. ദി വർക്ക് വാസ് കംപ്ലീറ്റഡ് ഇൻ 30 days. അപ്പോൾ 30 ദിവസം ആര് പണിയെടുത്ത്? ബി പണിയെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? 30 ദിവസം ബി പണിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസം എത്രയാണ് നമ്മുടെ എ വർക്ക് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കണം. അപ്പം ടോട്ടൽ വർക്ക് ഡൺ ബൈ ബി എത്രയാണ്? 30 ഇൻറ്റു അതിൻ്റെ യൂണിറ്റ്സ് എത്രയാണ്? 1. അപ്പം എത്രയാണ്? 1. അപ്പം ടോട്ടൽ എത്ര പണിയെടുത്ത്? 30 യൂണിറ്റ്സ് പണി മാത്രം എടുത്ത് ബി മാത്രം 30 യൂണിറ്റ്സ് പണിയെടുത്ത്. അപ്പം റിമൈനിങ് ഇപ്പം നമ്മളെ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? രണ്ടുപേരും കൂടി ചെയ്തത് 48 യൂണിറ്റ്സ് ആണ്. 48 യൂണിറ്റ്സ് പണിയാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൽ 30 യൂണിറ്റ്സ് ബി എടുത്ത് കഴിഞ്ഞിരിക്കും. ബി വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? 48 - 30.
അപ്പോൾ എത്രയാണ്? 18 യൂണിറ്റ്സ് ആണ് റിമൈനിങ്. അപ്പോൾ ഈ റിമൈനിങ് ആരാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്? റിമൈനിങ് ചെയ്തത് ആരാണ്? എയും കൂടിയാണ് റിമൈനിങ് ചെയ്തത്. അപ്പോൾ എയിൽ എത്രയായിരിക്കും? റിമൈനിങ് വർക്ക് എത്രയാണ്? എയും കൂടി ചെയ്തത് വർക്ക് ഡൺ ബൈ ടോട്ടൽ ഡേയ്സ് എന്ന് പറയാം. ടോട്ടൽ വർക്ക് ഡൺ ഡേയ്സ് എന്ന് പറയുകയാണെങ്കിൽ 18 യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ എത്ര എഫിഷ്യൻസിയാണ്? 3 എഫിഷ്യൻസി. അപ്പോൾ എത്രയാണ്? 6 days. അപ്പം നമ്മുടെ എ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്? 6 days കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നത്? എയും ബിയും നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് വർക്ക് ഡൺ വർക്ക് എ ഈസ് ത്രൈസ് ദാറ്റ് ഓഫ് ബി. അപ്പോൾ എഫിഷ്യൻസി 3ഉം 1ഉം. എഫിഷ്യൻസിയുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടൈം, അതാണ് 1/3. അപ്പം ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ എലോൺ ക്യാൻ പീസ് ഓഫ് വർക്ക് ഇൻ 16 days. എ 16 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുമെങ്കിൽ അപ്പോൾ എത്രയാണ്? ബി എത്ര ദിവസം കൊണ്ടാണ്? 3. 16 × 3 48 days ആണ്. അപ്പം ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഇൻറ്റു എഫിഷ്യൻസി ഏതെങ്കിലും ഒന്നില്ല. അപ്പം 16 × 3 എത്രയാണ്? 48 യൂണിറ്റ്സ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോന്നാണ് ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞിട്ടുള്ളത്? ബി സ്റ്റാർട്ടഡ് ദി വർക്ക് ആൻഡ് എ ജോയിൻ ദം ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്. അപ്പം ബി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പം ദി വർക്ക് വാസ് കംപ്ലീറ്റഡ് ഇൻ 30 days. അപ്പം നമ്മളെ ടോട്ടൽ വർക്ക് ഡൺ ബൈ ബി എത്രയാണ്? 30 days × 1 അതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ 30 യൂണിറ്റ്സ്. ഇപ്പോൾ റിമൈനിങ് എത്ര വരും? 48 നിന്ന് 30 കുറയ്ക്കുന്നു. അപ്പം 18 യൂണിറ്റ്സ് ആണ് നമ്മൾ റിമൈനിങ്. അപ്പം ടോട്ടൽ ഡേയ്സ് ബൈ എ എത്രയാണ്? 18 / 3. 18 അങ്ങനെ വന്ന് 18 ഇവിടുത്തെ റിമൈനിങ്, 3 വന്നിട്ട് അതിൻ്റെ എഫിഷ്യൻസി. അങ്ങനെ 6 days കൊണ്ടാണ് ഈ 6 days ആണ് എ വർക്ക് ചെയ്തത്.